തിരുവനന്തപുരം മാർ ഇവാനിയാസ് കോളേജ് RSSന്റെ ശിക്ഷണ ക്യാമ്പിന് വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരൊക്കെയും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതാണ് അവരുടെ വിചാരധാരയിലെ പ്രഖ്യാപനങ്ങൾ. അതേസമയം ഈസ്റ്റർ ദിനത്തിൽ മറ്റൊരു കാഴ്ചയാണ് വടക്കേന്ത്യയിൽ നിന്നും നാം കാണുന്നത്. അതെ, അഹമ്മദാബാദിലെ ഒരു ചർച്ചിൽ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് സംഘപരിവാർ അതിക്രമം അടിച്ചുവിടാൻ ശ്രമിക്കുന്നതാണ് നാം ഈ കാണുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ നൂറുകണക്കിന് ചർച്ചുകൾ തല്ലിത്തകർക്കുകയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും ചെയ്യുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മറവിയുടെ ഭീകരമായ ദൃശ്യങ്ങൾ? സംഘപരിവാർ ഇങ്ങനെ നാശം വിതറിയിട്ടും കേരളത്തിലെ ചില സഭകൾ ഇന്ന് അവരുടെ മുന്നിൽ വിറച്ചുകൊണ്ട് വാതിലുകൾ തുറക്കുന്നു. ഇവരുടെ കപടനാടകം കാണാതെ ഈ മൗനം എവിടെ നിന്ന്? മറക്കരുത്, ഇന്ന് വാതിലുകൾ തുറക്കുമ്പോൾ നാളെയാകുമ്പോൾ നാം തിരിച്ചറിയേണ്ടി വരും, നമ്മൾ തന്നെയാണ് ഈ നാശത്തിന് വഴിയൊരുക്കിയത് എന്ന്. അതെ.